നമസ്കാരം. എല്ലാവരും ഓക്കെ അല്ലേ? കഥ പറഞ്ഞു തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങളോടെല്ലാം രണ്ട് വാക്ക്. നമ്മുടെ ചാനലിലെ ആദ്യത്തെ വീഡിയോ ആണിത്. അതുകൊണ്ട് തന്നെ പല കുറ്റങ്ങളുണ്ടാകുമെന്ന് ഞാൻ ആദ്യമേ അറിയിക്കുകയാണ്. എന്നാൽ നിങ്ങളുടെ സഹായമില്ലാതെ എനിക്ക് മുമ്പോട്ട് പോകാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ കഥ മുഴുവൻ കേട്ടതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ അതിൻ്റെ കാരണം, ഞാൻ വരുത്തേണ്ട മാറ്റങ്ങൾ, വരുത്തിയ തെറ്റുകൾ എല്ലാം ഒന്ന് കമൻറ്റായി രേഖപ്പെടുത്തണേ. ഒപ്പം നിങ്ങൾക്ക് കഥ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ ആ സബ്സ്ക്രൈബ് ബട്ടണിൽ രേഖപ്പെടുത്തി ഈ ചാനൽ വിജയിപ്പിക്കണമേ എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഒപ്പം എനിക്ക് ഈ ചാനൽ തുടങ്ങാൻ പ്രചോദനമായ ഒരു കഥ സൊല്ലട്ടുമാ സാർ, ശ്രീ അനൂപ് ഗോവിന്ദൻ, ടിഷ് മലയാളി, ഇൻസൈഡ് മൂവി പ്ലസ്, മല്ലു എക്സ്പ്ലെയിനർ എന്നിവർക്കുള്ള നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ ആരംഭിക്കട്ടെ. CID ഉണ്ണികൃഷ്ണൻ BA B.Ed, രചന ശശിധരൻ ആറാട്ടുവഴി, സംവിധാനം രാജസേനൻ. സിനിമ തുടങ്ങുന്നത് ഒരു അമ്പലത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്ന നായകൻ ഉണ്ണികൃഷ്ണൻ്റെ അമ്മയായ പത്മാവതിയെയും അനിയത്തി ഉമയെയും കാണിച്ചുകൊണ്ടാണ്. തൊട്ടപ്പുറത്ത് അച്ഛൻ പപ്പുണ്ണിയേട്ടനും തൊഴുന്നുണ്ട്. ഇവരെല്ലാവരും ഇപ്പോൾ ഈ പ്രാർത്ഥിക്കുന്നത് ഉണ്ണികൃഷ്ണന് വേണ്ടിയിട്ടാണ്. ഇന്ന് ഉണ്ണികൃഷ്ണൻ ഒരു ഇൻ്റർവ്യൂ ഉണ്ട്, അതിൽ പാസ്സാവാൻ വേണ്ടിയിട്ടാണ് ഈ പ്രാർത്ഥന. ഉണ്ണികൃഷ്ണൻ BA B.Ed പാസ്സായതാണ്, ഒരുപാട് ഇൻ്റർവ്യൂവിലും പങ്കെടുത്തിട്ടുണ്ട്. എന്നാൽ ജോലിയൊന്നും ഇതുവരെ ശരിയായിട്ടില്ല. തൊഴുതു വന്ന പപ്പുണ്ണിയേട്ടനോട് പത്മാവതിയമ്മ ശയനപ്രദക്ഷിണ ചെയ്യാൻ പറയുന്നു. പത്മാവതിയമ്മ ഏത് കാര്യത്തിന് ശയനപ്രദക്ഷിണമാണ് നേരുന്നത്. എന്നാൽ നല്ല കടുത്ത ഭാഷയിൽ ശരിക്കും അങ്ങ് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഇനി ശയനപ്രദക്ഷിണം കൂടി വേണോ പത്മാവതി എന്ന് പറയുന്ന പപ്പുണ്ണിയേട്ടനോട്, സ്ത്രീകൾ ശയനപ്രദക്ഷിണം ചെയ്യാൻ പാടില്ലാത്തത് കൊണ്ടല്ലേ നിങ്ങളോട് പറയുന്നത് എന്ന് പത്മാവതിയമ്മയും പറയുന്നു. അത് കേട്ട് പപ്പുണ്ണിയേട്ടൻ ഉരുളാൻ തുടങ്ങുന്നു. ഉരുണ്ട് എല്ലും തൊലിയാകുന്നത് നീ കാണുന്നില്ലേ എന്ന് ഭഗവാനോട് പരാതിയും പറയുന്നുണ്ട് പത്മാവതിയമ്മ. ഇതേ സമയം മറ്റൊരമ്പലത്തിൽ ഒരാൾ കൂടി ഉണ്ണികൃഷ്ണന് വേണ്ടിയിട്ട് വഴിപാട് കഴിപ്പിക്കുന്നുണ്ട്. അതാണ് നമ്മുടെ നായികയും ഉണ്ണികൃഷ്ണൻ്റെ മുറപ്പെണ്ണുമായ ദമയന്തി. വഴിപാട് കഴിപ്പിക്കുമ്പോൾ പേരിൻ്റെ ഒപ്പം BA B.Ed എന്ന് കൂടി ചേർത്ത് വരെ പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഉണ്ണികൃഷ്ണന് ജോലി കിട്ടട്ടെ എന്ന് വിചാരിച്ചാവും. പാവം. അടുത്തത് കാണിക്കുന്നത് ഇൻ്റർവ്യൂവിനിരിക്കുന്ന നമ്മുടെ നായകൻ ഉണ്ണികൃഷ്ണനാണ്. 5 പേര് ചേർന്നാണ് ഉണ്ണികൃഷ്ണൻ ഇൻ്റർവ്യൂ ചെയ്യുന്നത്. അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കെല്ലാം കൃത്യമായ ഉത്തരങ്ങളും പറയുന്നുണ്ട് ഉണ്ണികൃഷ്ണൻ. ഇതേ സമയം പപ്പുണ്ണിയേട്ടനും ദമയന്തിയുടെ അച്ഛൻ വാസുവും ഉണ്ണികൃഷ്ണൻ്റെയും ദമയന്തിയുടെയും വിവാഹക്കാര്യം സംസാരിക്കുന്നുണ്ട്. ഉണ്ണികൃഷ്ണൻ ഒരു ജോലിയായി കഴിഞ്ഞാൽ ഉടനെ കല്യാണം നടത്താമെന്ന് പറയുന്നു. അങ്ങനെ നേരെ സന്ധ്യയായി. ഉണ്ണികൃഷ്ണൻ്റെ വീട്ടിൽ എല്ലാവരും ഉമ്മർത്തിന് ആകാംക്ഷയോടെ കാത്തിരിക്കുന്നുണ്ട്. എന്നാൽ ഇൻ്റർവ്യൂ കഴിഞ്ഞ് തിരിച്ചെത്തിയ ഉണ്ണികൃഷ്ണൻ തനിക്ക് ആ ജോലി കിട്ടിയില്ലെന്ന് അറിയിക്കുന്നു. ഇൻ്റർവ്യൂവിന് 2nd റാങ്ക് ഉണ്ടായിരുന്നു. പക്ഷേ 1 ലക്ഷം രൂപയാണ് അവർ ഡൊണേഷനായി ചോദിച്ചത്. അത് കൊടുക്കാൻ മിഡിൽ ക്ലാസ്സുകാരായ ഉണ്ണികൃഷ്ണ കുടുംബത്തിന് കഴിവില്ലായിരുന്നു. സുഹൃത്തുക്കളെ, ഇന്ന് കേരളത്തിലെ ഒരുപാട് ചെറുപ്പക്കാർ ഇതേ പ്രശ്നം അനുഭവിക്കുന്നുണ്ട്. നിങ്ങളുടെ പരിചയത്തിലേക്ക് ആരെങ്കിലും ഉണ്ടോ? ഇനി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമുക്ക് അവർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കാം. എല്ലാവർക്കും ജോലി കിട്ടട്ടെ. നമുക്ക് കഥയിലേക്ക് വരാം. അങ്ങനെ അടുത്ത ദിവസം ഉണ്ണികൃഷ്ണൻ തൻ്റെ ഉറ്റ സുഹൃത്തായി കുഞ്ചുവിനെ കാണാൻ ചെല്ലുന്നു. കട്ടയുണ്ടാക്കലാണ് കുഞ്ചുവിന് ജോലി. അന്നത്തെ ജോലിയെല്ലാം കഴിഞ്ഞ് വൈകുന്നേരം കുളത്തിൽ കുളിച്ചുകൊണ്ടിരുന്ന കുഞ്ചുവിനോട്, നീ 9ാം ക്ലാസ്സിൽ വെച്ച് പഠിപ്പ് നിർത്തിയത് നന്നായി. ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ ഭാരമില്ലാതെ എന്ത് ജോലിയും ചെയ്യാൻ കഴിയുന്ന നിന്നോട് എനിക്ക് അസൂയയാണ് എന്ന് ഉണ്ണികൃഷ്ണൻ പറയുന്നു. എന്നാൽ താൻ പഠിപ്പ് നിർത്തിയതല്ലെന്നും അവർ നിർത്തിപ്പിച്ചതാണെന്നും കുഞ്ചു പറയുന്നു. പിന്നീട് നായിക ദമയന്തിയുമായുള്ള ഒരു ഡുവറ്റ് പാർട്സിനെല്ലാം കഴിഞ്ഞ് അടുത്ത ദിവസം രാവിലെ ഉണ്ണികൃഷ്ണൻ വീടാണ് കാണിക്കുന്നത്. കുഞ്ചു ഉണ്ട് അവിടെ. അപ്പോൾ അവിടേക്ക് ഒരു ഇംഗ്ലീഷ് പത്രവുമായി ദമയന്തി ഓടി വരുന്നു. അതിലൊരു വേക്കൻസിയുടെ പരസ്യമുണ്ട്, ജോലി പ്രൈവറ്റ് ഡിറ്റക്റ്റീവ്. എന്നാൽ അധ്യാപക ജോലി സ്വപ്നം കണ്ട് നടക്കുന്ന ഉണ്ണികൃഷ്ണൻ അതിൽ താല്പര്യം കാണിക്കുന്നില്ല. പക്ഷേ വീട്ടുകാരുടെ എല്ലാ നിർബന്ധത്തിന് വഴങ്ങി ഒടുവിൽ തൻ്റെ 52ാമത്തെ ഇൻ്റർവ്യൂവിന് അപേക്ഷ അയക്കാം. പിന്നീട് ഉണ്ണികൃഷ്ണന് ഇൻ്റർവ്യൂ കാർഡ് വന്നുവെന്നറിഞ്ഞ് വാസു പപ്പുണ്ണിയേട്ടനെ കാണാൻ വരുന്നു. താൻ ഈ ജോലിയെക്കുറിച്ച് അന്വേഷിച്ചുവെന്നും വലിയ പദവിയും പത്രാസും നല്ല ശമ്പളമുള്ള ജോലിയാണെന്ന് വാസു പപ്പുണ്ണിയേട്ടനോട് പറയുന്നു. എന്നാൽ ഈ ജോലിക്ക് കായിക ശക്തിയും ബുദ്ധിശക്തിയും വികസിക്കാനുള്ള പരിശീലനം കൂടി വേണമെന്ന് പറയുന്നു. അങ്ങനെ ഉണ്ണികൃഷ്ണനെ പരിശീലിപ്പിക്കാൻ അവർ ഒരു ട്രെയിനറെ വരുത്തുന്നു, മിസ്റ്റർ ഋഷികേശൻ നായർ. പോലീസ് ട്രെയിനിങ് കോളേജിൽ പോലീസുകാരെയും നായ്ക്കളെയും ഒരുപോലെ പരിശീലിപ്പിച്ച് റിട്ടയർഡ് ആയ ആളാണ് ഋഷികേശൻ നായർ എന്നാണ് വാസുവിന് കിട്ടിയ അറിവ്. അടുത്തത് ഋഷികേശൻ നായരുടെ എൻട്രിയാണ്. തൊപ്പിയും വെള്ള ടീഷർട്ടും വെള്ള നിക്കറും വെള്ള സോക്സും ഷൂവും കയ്യിലൊരു വലിയ തോക്കുമൊക്കെയായി ഒരു ഹെവി എൻട്രി. അയാളുടെ പിറകെ കുറേ നാട്ടുകാരും കൂടി. ഈ വരവ് കണ്ട് മുറ്റത്ത് നിന്ന് പത്മാവതിയമ്മ പേടിക്കുന്നു. ഋഷികേശൻ നായർ പത്മാവതിയമ്മയോട് പപ്പുണ്ണിയേട്ടനെ അന്വേഷിക്കുന്നു. അങ്ങേരൊരു പാവമാണ്, ഒന്നും ചെയ്യരുതെന്ന് പത്മാവതിയമ്മ പറയുന്നു. പിന്നീട് ഋഷികേശൻ നായർ ട്രെയിനറാണെന്നറിഞ്ഞ് പത്മാവതിയമ്മ ദേഷ്യത്തിലാകുന്നു. അവർക്ക് അയാളുടെ വേഷം അത്ര പിടിക്കുന്നില്ല. വീടിനകത്ത് വെച്ച് അയാൾക്കൊരു മുണ്ടെടുത്ത് കൊടുക്കുന്നുണ്ട്. പ്രായമായ പെങ്കൊച്ചുള്ള വീടാ, ടൈലർ ഇത് കൊടുക്കാൻ പറയുന്നു. ഉത്തരവാദിത്തമുള്ളൊരു നല്ല അമ്മ. ട്രെയിനറെ ടൈലർ എന്നൊക്കെയാണ് വിളിക്കുന്നത്. അന്ന് രാത്രി ഭക്ഷണം എല്ലാം കഴിച്ചതിന് ശേഷം ഋഷികേശൻ നായർ ഉണ്ണികൃഷ്ണനെ മുറ്റത്തേക്ക് വിളിക്കുന്നു, ആദ്യത്തെ പരിശീലനം കൊടുക്കാൻ. തീപ്പെട്ടി ഒരു കയ്യിൽ പിടിച്ച് കൊള്ളി തള്ളവിരൽ കൊണ്ട് തെറ്റിച്ച് വിട്ട് കത്തിക്കുക. ഇതാണ് പരിശീലനം. ഇത് ഇവിടുത്തെ കൊച്ചു കുട്ടികൾക്ക് വരെ അറിയാമെന്ന് ഉണ്ണികൃഷ്ണൻ പറയുമ്പോൾ അവിടെയുള്ളൊരു തെങ്ങിൻ ചൂട്ടിൽ കിടക്കുന്ന കടലാസ് കാണിച്ചു കൊടുത്ത് അതിൽ കൃത്യമായി കൊള്ളിക്കാനാണ് തൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നു. പക്ഷേ അയാൾ തെറ്റിച്ചറിഞ്ഞ് കൊള്ളി പോയത് അപ്പുറത്തെ വീട്ടിലെ പറമ്പിലേക്കാണെന്ന് മാത്രം. അവിടെ ഉണ്ടായിരുന്ന വൈക്കോൽക്കൂന് തീ പിടിച്ച് നിന്ന് കത്തുന്നു. അടുത്തത് ഗുസ്തി പരിശീലനം.
അത് നാട്ടുകാരുടെ മുമ്പിൽ വെച്ച്. ഷോ കാണിക്കാനായിട്ട് ഋഷികേശൻ നായർ ഉണ്ണികൃഷ്ണൻ ഇടിച്ചു കൂട്ടുന്നു. എന്നാൽ ഉണ്ണികൃഷ്ണൻ ഇടയ്ക്ക് പറയുന്നുണ്ട്, ആശാനെ ദേഹം വേദനിച്ച എനിക്ക് ഭ്രാന്ത് പിടിക്കും. എന്നാൽ അത് വകവയ്ക്കാതെ ഋഷികേശൻ നായർ ഉണ്ണികൃഷ്ണൻ ഇടിക്കുന്നത് തുടരുന്നു. എന്നാൽ കുറച്ചിടി മേടിച്ചു കഴിഞ്ഞ് ദേഷ്യമൂത്ത് ഉണ്ണികൃഷ്ണൻ ആശാനെ തിരിച്ച് പഞ്ഞിക്കിടുന്നു. അങ്ങനെ രണ്ടാമത്തെ പരിശീലനം പാളുന്നു. അടുത്ത പരിശീലനം വെടിവെപ്പ്. ഒരു മരത്തിൻ്റെ കൊമ്പിൽ ഒരു തത്തയുടെ പാവ കെട്ടിത്തൂക്കിയിട്ട് അതിൻ്റെ ഒരു കണ്ണ് വെടിവെച്ച് പൊട്ടിക്കാൻ ഉണ്ണികൃഷ്ണനോട് ഋഷികേശൻ നായർ പറയുന്നു. എന്നാൽ തലേന്ന് ആശാനെ പഞ്ഞിക്കിട്ട കുറ്റബോധത്തിൽ നിൽക്കുകയാണ് ഉണ്ണികൃഷ്ണൻ. അത് സാരമില്ലെന്നും ഇനി ആവർത്തിക്കാതിരുന്നാൽ മതിയെന്നും ഋഷികേശൻ നായർ ഉണ്ണികൃഷ്ണനോട് പറയുന്നു. അതിൽ ഹാപ്പിയായ ഉണ്ണികൃഷ്ണൻ തത്തയുടെ ഒരു കണ്ണ് ആശാനോട് ആദ്യം പൊട്ടിക്കാനും അതിനുശേഷം മറ്റേ കണ്ണ് താൻ പൊട്ടിക്കാമെന്നും പറയുന്നു. ഇതെല്ലാം കണ്ടുകൊണ്ട് പുറകിൽ പപ്പുണ്ണിയേട്ടനും കുഞ്ചു നിൽക്കുന്നുണ്ട്. അവരുടെ മുമ്പിൽ നാണം കെടാതിരിക്കാൻ കൂടി ഋഷികേശൻ നായർ സമ്മതിക്കുന്നു. അങ്ങനെ തത്തയ്ക്ക് നേരെ ഉന്നം പിടിച്ച് വെടി പൊട്ടിക്കുന്നു. വെടി പൊട്ടിയതും പുറകെ കേൾക്കുന്ന ഒരു ആടിൻ്റെ കരച്ചിലായിരുന്നു. പിന്നാലെ ഒരു കൂട്ടം ആളുകൾ ഒരു ചത്ത ആട് അങ്ങോട്ട് വരുന്നു. ഋഷികേശൻ നായർ വെച്ച വെടി കൊണ്ടത് ആ ആടിനായിരുന്നു. എന്നാലും മുകളിലേക്ക് വെച്ച വെടി എങ്ങനെ താഴെ നിന്ന് ആടിനെ കൊണ്ടെന്ന് പപ്പുണ്ണിയേട്ടൻ കുഞ്ചുവിനോട് സംശയം ചോദിക്കുന്നുണ്ട്. എന്തായാലും നാട്ടുകാർ ഋഷികേശൻ നായർ അവിടെ വെച്ച് പഞ്ഞിക്കിടുന്നുണ്ട്. അടുത്ത സീനിൽ രാവിലെ പപ്പുണ്ണിയേട്ടൻ്റെ വീട്ടിലേക്ക് വരുന്ന വാസുവിനെയാണ് കാണിക്കുന്നത്. അദ്ദേഹം വന്ന് ആ ഞെട്ടിക്കുന്ന സത്യം അവരോടെല്ലാം പറയുന്നു. ഋഷികേശൻ നായർ ട്രെയിനറല്ല, അയാൾക്ക് പോലീസ് ട്രെയിനിങ് കോളേജിൽ അരിയും ഉഴുന്ന നാട്ടിലായിരുന്നു പണി. എന്നാൽ അപകടം നേരത്തെ മുൻകൂട്ടി കണ്ട ഋഷികേശൻ നായർ ഒരു കത്ത് എഴുതി വെച്ച് ഉണ്ണികൃഷ്ണൻ്റെ വീട്ടിൽ ഒരു ഉരുളി അടിച്ചുകൊണ്ട് മുങ്ങിയിരുന്നു. എന്തായാലും ഇൻ്റർവ്യൂവിന് പോകാൻ ഉണ്ണികൃഷ്ണൻ തയ്യാറാകുന്നു. അതിന് തനിക്കൊരു സൂട്ട് തയ്പ്പിച്ചു തരാൻ അച്ഛനോട് പറയുന്നുണ്ട്. എന്നാൽ ഋഷികേശൻ നായർ വരുത്തി വെച്ച നഷ്ടങ്ങൾക്ക് കാശ് കൊടുത്ത് കയ്യിലൊന്നുമില്ലാതിരുന്ന പപ്പുണ്ണിയേട്ടൻ ഒടുവിൽ വീട്ടിൽ പശുവിന് വിറ്റ് ഉണ്ണികൃഷ്ണന് കാശ് കൊടുക്കുന്നു. അതിനുശേഷം ഒരു അടിപൊളി പാട്ടും കഴിഞ്ഞ് ഉണ്ണികൃഷ്ണൻ ഇൻ്റർവ്യൂവിന് നഗരത്തിൽ വന്നിറങ്ങുന്നു. പട്ടപ്പകൽ ഒരു നീളം കോട്ടും തൊപ്പിയും ഗ്ലൗസും സൺഗ്ലാസും എല്ലാം ഇട്ട് പോകുന്ന ഉണ്ണികൃഷ്ണനെ കണ്ട് സംശയം തോന്നിയ ഒരു പോലീസുകാരൻ അയാളെ ഓടിക്കുന്നു. പോലീസുകാരൻ നിന്ന് ഓടി രക്ഷപ്പെട്ട് ഉണ്ണികൃഷ്ണൻ തനിക്ക് ഇൻ്റർവ്യൂവിന് പോകേണ്ട സീക്രട്ട് ഫയൽസ് എന്ന സ്ഥാപനത്തിൽ ചെന്ന് കയറുന്നു. ഉണ്ണികൃഷ്ണൻ്റെ കോലം കണ്ട് തെറ്റിദ്ധരിച്ച് സ്ഥാപനത്തിൻ്റെ MD ഒരു തോക്കെടുത്ത് ചൂണ്ടുന്നു. എന്നാൽ താൻ ഇൻ്റർവ്യൂവിന് വന്നതാണെന്നും ഇങ്ങനെയെല്ലാം വന്ന് അമ്പരിപ്പിച്ചാൽ ജോലി കിട്ടുമെന്ന് വിചാരിച്ചാണ് ഇതേപോലെ വേഷം കെട്ടിയതെന്നും ഉണ്ണികൃഷ്ണൻ പറയുന്നു. അദ്ദേഹം തമിഴ്നാട് പോലീസിൽ നിന്നും DIG ആയിട്ട് റിട്ടയർഡായ ഒരാളാണെന്ന് ഉണ്ണികൃഷ്ണനോട് പറയുന്നു. പിന്നീട് സാധാരണ ഇൻ്റർവ്യൂവിൽ ചോദിക്കുന്ന ചോദ്യങ്ങളൊന്നും താൻ ചോദിക്കുന്നില്ലെന്നും പകരം ഒരു കേസ് ഫയൽ തരുമെന്നും അതിൻ്റെ അന്വേഷണം വിജയകരമായി പൂർത്തിയാക്കിയാൽ പെർമനൻറ്റ് ജോലി ലഭിക്കുമെന്നും അദ്ദേഹം ഉണ്ണികൃഷ്ണനോട് പറയുന്നു. ഏത് കൊലക്കേസ് അന്വേഷിക്കാൻ ഞാൻ റെഡിയാണ് സാർ, എനിക്കൊരു അസിസ്റ്റൻറ്റിന് തരുമോ എന്ന് ഉണ്ണികൃഷ്ണൻ MDയോട് ചോദിക്കുന്നു. അസിസ്റ്റൻറ്റിനെ എല്ലാം വേണമെങ്കിൽ തനിയെ വെക്കണമെന്നും അതേപോലെ കൊലപാതക കേസ് അന്വേഷിക്കാനുള്ള പ്രായമാകുമ്പോൾ താൻ പറയാമെന്നും അദ്ദേഹം ഉണ്ണികൃഷ്ണനോട് പറയുന്നു. അദ്ദേഹം ഉണ്ണികൃഷ്ണനെ ഏൽപ്പിക്കുന്ന കേസ് മറ്റൊന്നായിരുന്നു. അവരുടെ ക്ലയൻ്റായ ഒരു കോടീശ്വരൻ്റെ മകന് ഒരു കല്യാണാലോചന വന്നിരിക്കുന്നു. ഇന്ദ്രപ്രസ്ഥത്തിൽ അനന്തപത്മനാഭൻ്റെ മകൾ അരുന്ധതി നായരായിരുന്നു ആ കുട്ടി. ആ കുട്ടിയെക്കുറിച്ചുള്ള എല്ലാ രഹസ്യങ്ങളും, അതായത് അരുന്ധതിക്ക് പ്രണയം ഉണ്ടായിരുന്നോ, ഇപ്പോഴും പ്രണയമുണ്ടോ, അച്ഛൻ അനന്തപത്മനാഭൻ എത്രക്കാരനാണ്, ശരിയായ മാർഗത്തിലൂടെയാണോ പണക്കാരനായത് തുടങ്ങിയ വിവരങ്ങൾ അന്വേഷിച്ച് 45 ദിവസങ്ങൾക്കുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കണം എന്നതായിരുന്നു ഉണ്ണികൃഷ്ണൻ കിട്ടിയ കേസ്. സാധാരണക്കാർക്കൊരു കല്യാണാലോചന വന്ന ആ ചുറ്റുവട്ടത്തൊക്കെ ആരോടെങ്കിലും അന്വേഷിക്കും, എന്നാൽ പണക്കാർ ഇതുപോലെ പ്രൈവറ്റ് ഡിറ്റക്റ്റീവിനെ ഏൽപ്പിക്കും. ഇതന്നെ സംഭവം. എന്നാൽ ഇതെല്ലാം പറഞ്ഞ് ഉണ്ണികൃഷ്ണൻ അനിയത്തിയും മറ്റും കളിയാക്കുന്നുണ്ട്. എന്നാൽ അതൊന്നും വകവയ്ക്കാതെ ഉണ്ണികൃഷ്ണൻ ഈ കേസ് അന്വേഷിക്കാൻ തന്നെ തീരുമാനിക്കും. അടുത്ത സീനിൽ അരുന്ധതിയുടെ വീട്ടിലേക്ക് ഉണ്ണികൃഷ്ണനും കുഞ്ചുവും 2 ലാടവൈദ്യന്മാരുടെ വേഷത്തിൽ ഓട്ടോയിൽ വന്നിറങ്ങുന്നു. എന്നാൽ വീടിൻ്റെ ഗേറ്റിൽ വെച്ച് അവരെ തോട്ടക്കാരൻ ഉമ്മച്ചൻ തടയുന്നു. തങ്ങൾ ഒറിജിനൽ ലാഡേഴ്സ് ആണെന്ന് പറയുന്ന ഉണ്ണികൃഷ്ണനോട് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ കൊണ്ടുപോവാ, എന്നിട്ട് അകത്തേക്ക് വിടാമെന്ന് പറഞ്ഞ് ഗേറ്റിന് പുറത്താക്കുന്നു. തുടർന്ന് വീട്ടിൽ നിന്നും ഇറങ്ങി പുറത്തേക്ക് പോകുന്ന വേലക്കാരി ക്ലാരയെ കണ്ട് അരുന്ധതി നായരാണെന്ന് തെറ്റിദ്ധരിച്ച് അവർ പിന്തുടരുന്നു. എന്നാൽ കുറച്ചു ദൂരം ചെന്നപ്പോൾ തന്നെ ആരോ ഫോളോ ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കി പേടിച്ച ക്ലാര അടുത്ത് കണ്ട ഒരു കടയിലേക്ക് കയറി സഹായം ചോദിക്കുന്നു. ആ കടക്കാരനും കൂടെ കുറച്ച് നാട്ടുകാരും ചേർന്ന് ഉണ്ണികൃഷ്ണനെയും കുഞ്ചുവിനെയും തടയുന്നു. അവിടെ വെച്ച് അവർ മനസ്സിലാക്കുന്നു അത് അരുന്ധതി നായരല്ല, വേലക്കാരി ക്ലാരയാണെന്ന്. ആ സമയം അങ്ങോട്ട് ഉണ്ണികൃഷ്ണനെ ആദ്യം ഓടിച്ച ആ പോലീസുകാരനും വരുന്നു. അയാളെ കണ്ട് അപകടം മണത്ത് ഉണ്ണികൃഷ്ണൻ കുഞ്ചുവിനെയും വിളിച്ച് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുന്നു. സുഹൃത്തുക്കളെ, ഇത് ശരിക്കൊരു കോമഡി സീനാണെങ്കിലും ഇതിൽ വലിയൊരു മെസ്സേജ് ഉണ്ട്, പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക്. നിങ്ങളെ ആരെങ്കിലും ഇതേപോലെ പിന്തുടരുകയാണെങ്കിൽ അതിപ്പോൾ കവർച്ചയ്ക്കായിരിക്കാം, കമൻ്റ് അടിക്കാനായിരിക്കാം, അങ്ങനെ പല റീസണിലായിരിക്കാം. നിങ്ങൾ തന്നെ അത് പ്രതികരിക്കണമെന്ന് ഞാൻ പറയൂ, പക്ഷേ എല്ലാവർക്കും പ്രതികരിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. അങ്ങനെയുള്ളപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇതുപോലെ തൊട്ടടുത്തുള്ള കടയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഓഫീസിലോ കയറിയിട്ടൊന്ന് സഹായം ചോദിക്കുക. ഇപ്പോൾ പോലീസിന് എല്ലായ്പ്പോഴും പെട്ടെന്ന് എല്ലായിടത്തും എത്താൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ നിങ്ങൾ ഇതുപോലെ സഹായം ചോദിച്ചു കഴിഞ്ഞാൽ ഒരാളല്ലെങ്കിൽ മറ്റൊരാൾ എന്തായാലും സഹായിക്കും. നമ്മുടെ കേരളത്തിൽ ഒരുപാട് സഹായ മനസ്ഥിതിയുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിഞ്ഞ് പരിഭ്രമിക്കാതിരിക്കുക. ഇതേപോലുള്ള സിറ്റുവേഷനിൽ ഇങ്ങനെയും ഹാൻഡിൽ ചെയ്യാമെന്നാണ്. അപ്പോൾ സിംഗപ്പെണ്ണുങ്ങളാവുക. ഓക്കെ, അപ്പോൾ നമുക്ക് കഥയിലേക്ക് തിരിച്ചു വരാം. അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ട് ഉണ്ണികൃഷ്ണനും കുഞ്ഞുവും ഒരു ചായക്കടയിൽ ചെന്ന് കയറുന്നു. അവിടെ അവർക്ക് ചായ കൊണ്ടുവന്ന് കൊടുക്കുന്നത് മറ്റാരുമല്ല, സാക്ഷാൽ ഋഷികേശൻ നായർ. ഉണ്ണികൃഷ്ണൻ വീട്ടിൽ നിന്നും മുങ്ങിയിട്ട് അയാൾ പൊങ്ങുന്നത് ഈ ചായക്കടയിലാണ്. അയാളുടെ ഫുൾ ബയോഡാറ്റ തങ്ങൾ അറിഞ്ഞു എന്ന് പറയുന്ന അവരോട് തന്നെ നാറ്റിക്കരുതെന്ന് ഋഷികേശൻ നായർ പറയുന്നു. എന്നാൽ പകരമായിട്ട് ഉണ്ണികൃഷ്ണനും കുഞ്ചുവും ഋഷികേശൻ നായരുടെ കെയർ ഓഫിൽ പൊറോട്ടയും ചിക്കൻ കറി ഓർഡർ ചെയ്യുന്നു. പ്രതികാരം ചെയ്യുകയാണല്ലേ എന്ന് അയാൾ അവരോട് ചോദിക്കുന്നു. അടുത്ത സീനിൽ കാണിക്കുന്ന അനന്തപത്മനാഭനെയാണ്. ആ ലാടന്മാരെക്കുറിച്ച് താൻ അന്വേഷിച്ചുവെന്നും എന്നാൽ വേറെ ഒരു വീട്ടിൽ അവർ ചെന്നിട്ടില്ലെന്നും വീട്ടുകാരോട് അയാൾ പറയുന്നു. അവിടെ വെച്ച് ഉമ്മച്ചൻ
ക്ലാരയെ കളിയാക്കുന്നുണ്ട്. അടുത്ത സീനിൽ മുറ്റത്ത് പണിയെടുത്തുകൊണ്ടിരിക്കുന്ന ഉമ്മച്ചൻ്റെ ദേഹത്ത് തന്നെ ആദ്യം കളിയാക്കിയ ദേഷ്യത്തിൽ ക്ലാര മനഃപൂർവ്വം വെള്ളമൊഴിക്കും. അത് ചോദ്യം ചെയ്ത് ഉമ്മച്ചനും ക്ലാരയും തമ്മിൽ തർക്കമാവുന്നു. എന്നാൽ തങ്ങൾ തമ്മിൽ കീരിയും പാമ്പും പോലെ കഴിയേണ്ടവരല്ലെന്നും അടുക്കളയും ആരാമവും തമ്മിൽ വലിയ അകലമില്ലെന്നും പറയുന്ന ഉമ്മച്ചൻ താൻ ആരാമത്തിൽ നിന്നും ആന്തൂറിയം പറിച്ച് ക്ലാരയ്ക്ക് തരാമെന്നും ക്ലാര അടുക്കളയിൽ നിന്നും അവലോസുണ്ട ഉണ്ടാക്കി തനിക്ക് തരണമെന്നും പറയുന്നു. എന്നാൽ താൻ വെറുമൊരു വേലക്കാരിയല്ലെന്നും മൈസൂർ യൂണിവേഴ്സിറ്റിയിൽ നിന്നും കറസ്പോണ്ടന്റ് കോഴ്സിൽ കുക്കിംഗ് ഫസ്റ്റ് റാങ്കിൽ പാസ്സായ ആളാണെന്നും പറഞ്ഞിട്ട് അകത്തേക്ക് പോകുന്നു. നല്ല രസമുണ്ടായിരുന്നൊരു സീൻ. അടുത്തത് കാണിക്കുന്നത് വീണ്ടും ഇന്ദ്രപ്രസ്ഥത്തിൻ്റെ അടുത്തെത്തിയ ഉണ്ണികൃഷ്ണനും കുഞ്ചുവും ഒളിഞ്ഞെന്ന് നിരീക്ഷിക്കുന്നതാണ്. വീട്ടിൽ നിന്നും അനന്തപത്മനാഭന്റെ കാർ പുറത്തേക്ക് വരുന്നു. എന്നാൽ ഗേറ്റിന് മുമ്പിൽ മറ്റൊരു കാറിൽ മകൾ അരുന്ധതി നായർ ആ സമയം വന്നിറങ്ങുന്നു. കൂടെ ഒരു കൂട്ടുകാരിയുണ്ട്. അവർ ഗുരുവായൂർ ഒരു കല്യാണത്തിന് പോയതായിരുന്നു. അവിടെ വെച്ച് പരിചയപ്പെട്ട പ്രേംശങ്കറിനെ അരുന്ധതി അനന്തപത്മനാഭന് പരിചയപ്പെടുത്തി കൊടുക്കുന്നു. പ്രേംശങ്കർ ആണ് തങ്ങൾക്ക് കാറിൽ ലിഫ്റ്റ് തന്നതെന്നും പറയുന്നു. പ്രേംശങ്കർ പോയതിനു ശേഷം കൂട്ടുകാരിയെ വീട്ടിൽ കൊണ്ടാക്കാൻ ശ്രമിക്കുന്ന അരുന്ധതിയെ തടയുന്ന അനന്തപത്മനാഭൻ കാർ ഓടിക്കരുതെന്ന് ഡോക്ടർ പറഞ്ഞിട്ടില്ലേ എന്ന് അരുന്ധതിയോട് പറയുന്നു. എന്നിട്ട് അയാൾ തന്നെ കൂട്ടുകാരിയെ ഡ്രോപ്പ് ചെയ്ത് വരാമെന്ന് പറഞ്ഞ് കൊണ്ടുപോകുന്നു. അന്ന് രാത്രിയിൽ പ്രേംശങ്കർ അരുന്ധതിയുടെ കാമുകനായിരിക്കുമെന്ന് ഉണ്ണികൃഷ്ണൻ കുഞ്ചുവിനോട് സംശയം പറയുന്നുണ്ട്. ഇതേ സമയം ഇന്ദ്രപ്രസ്ഥത്തിൽ പ്രേംശങ്കറിനെ കുറിച്ച് അനന്തപത്മനാഭനും അരുന്ധതിയോട് സംശയം ചോദിക്കുന്നുണ്ട്. പിറ്റേ ദിവസം വീണ്ടും ഇന്ദ്രപ്രസ്ഥത്തിൽ നിരീക്ഷണത്തിന് എത്തുന്ന ഉണ്ണികൃഷ്ണൻ കുഞ്ചുവും അരുന്ധതി നായർ കാറിൽ കയറി പോകുന്നത് കണ്ടു. ആ കാറിനെ അവർ പിന്തുടരുന്നു. അരുന്ധതി ഒരു വീട്ടിലേക്ക് കയറി പോകുന്നത് കണ്ട് അത് പ്രേംശങ്കറിന്റെ വീടാണെന്ന് തെറ്റിദ്ധരിച്ച് ഉണ്ണികൃഷ്ണനും ആ വീട്ടിലേക്ക് കയറി ചെല്ലുന്നു. എന്നാൽ അതൊരു ലേഡീസ് ജിമ്മായിരുന്നു. ഉണ്ണികൃഷ്ണൻ അവിടെ നിന്ന് എങ്ങനെയൊക്കെയോ രക്ഷപ്പെടുന്നു. എന്നാൽ പിന്നാലെ വരുന്ന കുഞ്ചുവിന് നല്ല ഇടി കിട്ടുന്നു. അടുത്ത സീനിൽ ഇടി കൊണ്ട് ആശുപത്രി കിടക്കുന്ന കുഞ്ചുവിനെയാണ് കാണിക്കുന്നത്. അടുത്ത് തന്നെ ഓറഞ്ച് നിന്നുകൊണ്ട് ഉണ്ണികൃഷ്ണൻ ഇരിക്കുന്നുണ്ട്. അവിടെ വെച്ച് അപ്രതീക്ഷിതമായി അരുന്ധതിയോടും അമ്മയോടും സംസാരിച്ച് നിൽക്കുന്ന പ്രേംശങ്കറിനെ കാണുന്നു. എന്നാൽ അരുന്ധതിയുടെ അമ്മ പ്രേംശങ്കറിനോട് അല്പം നീരസത്തോടെ സംസാരിക്കുന്നു. തുടർന്ന് അവിടെ നിന്നും പോകുന്ന പ്രേംശങ്കറിനെ പിന്തുടർന്ന് ഉണ്ണികൃഷ്ണൻ അയാളുടെ താമസ സ്ഥലം കണ്ടുപിടിക്കും. അടുത്ത സീനിൽ ഒരു ഐസ്ക്രീം പാർലറിൽ ഐസ്ക്രീം കഴിച്ചുകൊണ്ടിരിക്കുന്ന അരുന്ധതിയെയും കൂട്ടുകാരിയെയും കൂടെ പ്രേംശങ്കറിനെയും കാണിക്കും. അവിടെ വെച്ച് അരുന്ധതി തന്റെ അമ്മ ആശുപത്രിയിൽ വെച്ച് അങ്ങനെ പെരുമാറിയതിന് പ്രേംശങ്കറിനോട് മാപ്പി ചോദിക്കുന്നു. തനിക്കതിൽ പ്രശ്നമില്ലെന്ന് പ്രേംശങ്കർ പറയുന്നു. ശേഷം അരുന്ധതിയും കൂട്ടുകാരിയും യാത്ര പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നു. അവിടെ വെച്ച് വേഷപ്രച്ഛനായ ഉണ്ണികൃഷ്ണൻ പ്രേംശങ്കറിനോട് സംസാരിക്കുന്നു. കൂടെ ഒടിഞ്ഞു കഴിയുമ്പോൾ കുഞ്ചുമുണ്ട്. താൻ ഡിഗ്രി ക്ലാസ്സിൽ അരുന്ധതിയുടെ പ്രൊഫസർ ആയിരുന്നു എന്ന് പറയുന്ന ഉണ്ണികൃഷ്ണനോട് എന്നാൽ അരുന്ധതി 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ പഠിത്തം നിർത്തിയതായിരുന്നല്ലോ എന്ന് പ്രേംശങ്കർ ചോദിക്കുന്നു. താൻ വീട്ടിലിരുന്ന് കോച്ചിങ് കൊടുക്കുമായിരുന്നു എന്ന് പറഞ്ഞ് ഉണ്ണികൃഷ്ണൻ തടി തപ്പുന്നു. പ്രേംശങ്കർ എന്ത് ചെയ്യുന്നെന്ന ചോദ്യത്തിന് താൻ ജോൺസൺ ആൻഡ് ജോൺസൺ കമ്പനിയുടെ ഏരിയ മാനേജറാണെന്ന് മറുപടി പറയുന്നു. എന്നാൽ സംസാരത്തിനിടയ്ക്ക് ഉണ്ണികൃഷ്ണന്റെ വിഗ് താഴെ വീഴുന്നു. അത് കണ്ട് ഉണ്ണികൃഷ്ണനെ കീഴ്പ്പെടുത്തുന്ന പ്രേംശങ്കറിനോട് താനൊരു CID ആണെന്ന രഹസ്യം അയാൾ പറയുന്നു. എന്നാൽ അപ്പോഴാണ് മറ്റൊരു ട്വിസ്റ്റ് അവിടെ സംഭവിക്കുന്നത്. താനും ഒരു CID ആണെന്ന രഹസ്യം പ്രേംശങ്കറും ഉണ്ണികൃഷ്ണനോട് പറയുന്നു. അടുത്ത സീനിൽ കാണിക്കുന്നത് സീക്രട്ട് ഫയൽസിന്റെ ഓഫീസാണ്. അവിടെ വെച്ച് ഉണ്ണികൃഷ്ണൻ അറിയുന്നു തനിക്ക് തന്ന അതേ കേസ് ഫയൽ തന്നെയാണ് പ്രേംശങ്കറിനും കിട്ടിയിട്ടുള്ളതെന്ന്. അതിൽ തന്റെ നീരസം ഉണ്ണികൃഷ്ണൻ MDയോട് പ്രകടിപ്പിക്കുന്നുണ്ട്. എന്നാൽ അന്വേഷണം പൂർത്തിയാക്കി ആദ്യം ഫയൽ സമർപ്പിക്കുന്ന ആൾക്ക് ജോലി കിട്ടുമെന്ന് അദ്ദേഹം പറയുന്നു. ഉണ്ണികൃഷ്ണനും പ്രേംശങ്കറും ഫയൽ താൻ ആദ്യം സമർപ്പിക്കുമെന്ന് പരസ്പരം വെല്ലുവിളിക്കുന്നു. പോകുന്നതിന് മുമ്പ് ഇനി ആരെങ്കിലും ഇതേ കേസ് അന്വേഷിക്കുന്നുണ്ടോ എന്ന് സംശയം ചോദിക്കുന്ന ഉണ്ണികൃഷ്ണനോട് അവിടെ വെച്ചാണ് അടുത്ത ട്വിസ്റ്റ് MD വെളിപ്പെടുത്തുന്നത്. ഇതേ കേസ് ഫയൽ മറ്റൊരാൾ കൂടി കൊടുത്തിട്ടുണ്ട്. അത് പറഞ്ഞപ്പോഴേക്കും അയാളുടെ മാസ് ഉണ്ട്. CID ഉമ്മൻകോശി MAML ഫ്രം ഉമൈനല്ലൂർ. അത് നമ്മുടെ തോട്ടക്കാരൻ ഉമ്മച്ചനായിരുന്നു. തൻ്റെ അന്വേഷണം ഏതാണ്ട് അവസാനിക്കാറായെന്നും അപ്പോയിൻമെൻ്റ് ഓർഡർ ഡ്രാഫ്റ്റ് ചെയ്ത് വെച്ചോളാനും ഉമ്മൻകോശിയും പറയുന്നു. അടുത്ത് കാണിക്കുന്നത് ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് എത്തുന്ന ഉണ്ണികൃഷ്ണനാണ്. താൻ പ്രേംശങ്കറിൻ്റെ ഫ്രണ്ടാണെന്നും ഫോറിൻ കോസ്മെറ്റിക്സ് ഇമ്പോർട്ട് ചെയ്യുന്ന ഒരു കമ്പനിയുടെ സെയിൽസ് റെപ്പ് ആണെന്നും അരുന്ധതിയോട് പരിചയപ്പെടുത്തുന്നു. പ്രേംശങ്കർ പറഞ്ഞിട്ടാണ് താൻ വന്നതെന്നും പറയുന്നു. പ്രേംശങ്കറിൻ്റെ ഫ്രണ്ടാണെന്ന് പറഞ്ഞതുകൊണ്ട് അരുന്ധതി ഉണ്ണികൃഷ്ണനെ അകത്തേക്ക് ക്ഷണിക്കുന്നു. എന്നാൽ ഉണ്ണികൃഷ്ണൻ അവിടെ വെച്ച് പ്രേംശങ്കറിനിട്ട് പാര വയ്ക്കുന്നുണ്ട്. അരുന്ധതിയും പ്രേംശങ്കറും തമ്മിൽ പ്രേമത്തിലാണെന്ന് തന്നോട് അയാൾ പറഞ്ഞിട്ടുണ്ടെന്ന് ഉണ്ണികൃഷ്ണൻ പറയുന്നു. എന്നാൽ തങ്ങൾ തമ്മിൽ അങ്ങനെ ഒന്നുമില്ല എന്ന് പറയുന്ന അരുന്ധതി ആകെ ദേഷ്യത്തിലാകുന്നു. അടുത്ത സീനിൽ പ്രേംശങ്കറിനോട് ദേഷ്യപ്പെടുന്ന അരുന്ധതിയാണ് കാണിക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പറഞ്ഞ കാര്യങ്ങൾ പറയുന്ന അരുന്ധതിയോട് അവൻ തന്റെ ഫ്രണ്ട് അല്ലെന്ന് പ്രേംശങ്കർ പറയുന്നു. എന്നാൽ അത് വിശ്വസിക്കാത്ത അരുന്ധതിയോട് മറ്റൊരടവ് പ്രേംശങ്കർ എടുക്കുന്നു. ഉണ്ണികൃഷ്ണൻ ഒരു മാനസിക രോഗിയാണെന്നും പ്രേമ നൈരാശ്യത്തിലാണ് അങ്ങനെ ആയതെന്നും ഏത് പെൺകുട്ടിയെ കണ്ടാലും അവന്റെ സുഹൃത്തുക്കളായിട്ട് പ്രേമമാണെന്ന് പറഞ്ഞു നടക്കുമെന്നും പറയുന്നു. അവനെ സൂക്ഷിച്ചോളണമെന്നും പറഞ്ഞിട്ട് പ്രേംശങ്കർ അവിടെ നിന്ന് പോകുന്നു. ഈ കഥ അരുന്ധതിയും വിശ്വസിക്കുന്നു. പാവം കുട്ടി. പ്രേംശങ്കർ നേരെ പോകുന്നത് ഉണ്ണികൃഷ്ണന്റെ അടുത്തേക്കായിരുന്നു. ഉണ്ണികൃഷ്ണന്റെ പ്ലാൻ പൊളിഞ്ഞെന്നും അതുവഴി തനിക്കൊരു പ്രേമലൈൻ തുറന്നു തന്നതിന് നന്ദിയുണ്ടെന്നും ഇനി താൻ ആ വഴി നീങ്ങുവാണെന്നും ഉണ്ണികൃഷ്ണനെ കളിയാക്കിയിട്ട് പോകുന്നു. എന്നാൽ അത് പൊളിക്കാൻ വേണ്ടി ഉണ്ണികൃഷ്ണൻ അനന്തപത്മനാഭനെ പ്രേംശങ്കറിന്റെ ശബ്ദത്തിൽ ഫോൺ വിളിച്ച് താനും അരുന്ധതിയും തമ്മിൽ പ്രേമമാണെന്ന് നേരിട്ട് പറയാൻ പേടിയുള്ളതുകൊണ്ടാണ് ഫോൺ ചെയ്യുന്നതെന്നും പറയുന്നു. അയാളുടെ താമസ സ്ഥലം ചോദിക്കുന്ന അനന്തപത്മനാഭനോട് ഉണ്ണികൃഷ്ണൻ പ്രേംശങ്കറിന്റെ സ്ഥലവും പറഞ്ഞു കൊടുത്ത് ഫോൺ വയ്ക്കുന്നു. തുടർന്ന് അനന്തപത്മനാഭൻ പ്രേംശങ്കറിനെ തല്ലാൻ ആളെ ഏർപ്പാടാക്കും. ഇത് കേൾക്കുന്ന ഉമ്മൻകോശി അവസരം മുതലാക്കാൻ വേണ്ടി പ്രേംശങ്കറിനെയും ഉണ്ണികൃഷ്ണനെയും തമ്മിൽ തല്ലിക്കാൻ ശ്രമിക്കുന്നു. ഉമ്മൻകോശി പ്രേംശങ്കറിന് ഫോൺ ചെയ്ത് തന്നെ തല്ലാൻ ഉണ്ണികൃഷ്ണൻ ആളെ അയച്ചിട്ടുണ്ടെന്ന് പറയുന്നു. എന്നാൽ പ്രേംശങ്കർ അത് വിശ്വസിക്കുന്നില്ല.
അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പ്രേംശങ്കറിൻ്റെ റൂമിലേക്ക് അനന്തപത്മനാഭൻ അയച്ച ഗുണ്ടകൾ അതിക്രമിച്ച് കയറി അയാളെ മർദ്ദിക്കുന്നു. അത് ചെയ്തത് ഉണ്ണികൃഷ്ണനാണെന്ന് തെറ്റിദ്ധരിച്ച് പ്രേംശങ്കർ അടുത്ത ദിവസം ഉണ്ണികൃഷ്ണന് കൊട്ടേഷൻ കൊടുക്കുന്നു. ഇന്ദ്രപ്രസ്ഥത്തിന്റെ മുമ്പിലിട്ട് തന്നെ ഉണ്ണികൃഷ്ണനെ തല്ലണമെന്ന് പ്രേംശങ്കർ ഗുണ്ടയോട് പറയുന്നു. അടുത്ത ദിവസം ഇന്ദ്രപ്രസ്ഥത്തിലെത്തുന്ന ഉണ്ണികൃഷ്ണനെ ഭ്രാന്തനാണെന്ന് സംശയിച്ച് അരുന്ധതി ഉമ്മൻകോശിയെ കൊണ്ട് പുറത്താക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ ഉണ്ണികൃഷ്ണൻ തിരിച്ച് പ്രേംശങ്കറിനും പാരവയ്ക്കുന്നു. അയാൾക്കാണ് ഭ്രാന്ത് എന്ന് പറയുന്ന ഉണ്ണികൃഷ്ണൻ പറഞ്ഞു വരുമ്പോൾ നാറാണത്ത് ഭ്രാന്തൻ പ്രേംശങ്കറിന്റെ അമ്മാവനായിട്ട് വരും എന്നും പറയുന്നു. ഇതേസമയം പുറത്ത് പ്രേംശങ്കർ ഏർപ്പാടാക്കിയ ഗുണ്ടകൾ ആളുമാറി അനന്തപത്മനാഭനെ തല്ലുന്നു. ഇത് കാണുന്ന ഉമ്മൻകോശിയും ഉണ്ണികൃഷ്ണനും ആ അവസരം മുതലാക്കാൻ തീരുമാനിക്കുന്നു. ഉണ്ണികൃഷ്ണൻ ഗുണ്ടകളിൽ നിന്നും അനന്തപത്മനാഭനെ ഒരു കിടിലൻ ഫൈറ്റ് സീനിലൂടെ രക്ഷിക്കുന്നു. ഇതെല്ലാം കണ്ട് ഒളിച്ചു നിന്നിരുന്ന പ്രേംശങ്കർ എസ്കേപ്പ് ആവുന്നു. അനന്തപത്മനാഭൻ ഉണ്ണികൃഷ്ണൻ അകത്തേക്ക് ക്ഷണിക്കുന്നു. അവർ തമ്മിൽ അങ്ങനെ അടുപ്പത്തിലുമാകുന്നു. ഇത് കണ്ട് ഉമ്മൻകോശി ആകെ നിരാശനിലാണ്. അടുത്ത സീനിൽ തന്റെ സ്വന്തം വീട്ടിൽ തിരിച്ചെത്തി ഉണ്ണികൃഷ്ണൻ വീട്ടുകാരെല്ലാം കാണുന്നു. അതോടൊപ്പം ദമയന്തയുടെ വീട്ടിൽ ചെന്ന് കല്യാണക്കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. 2 മാസത്തിനുള്ളിൽ കല്യാണക്കാരൻ ശരിയാക്കാം എന്ന് പറഞ്ഞ് പോകുന്നു. അടുത്ത സീനിൽ ഒരു കിളിജോത്സനായി വേഷമിട്ട് ഇന്ദ്രപ്രസ്ഥത്തിലെത്തിയ പ്രേംശങ്കറിനാണ് കാണിക്കുന്നത്. എന്നാൽ ഗേറ്റിന് മുന്നിൽ അയാളെ തടയുന്ന ഉമ്മൻകോശി അത് പ്രേംശങ്കർ ആണെന്ന് തിരിച്ചറിഞ്ഞ് അയാൾ അകത്തേക്ക് കടത്തിവിടുന്നില്ല. എന്നാൽ അരുന്ധതി വന്ന് അയാൾ അകത്തേക്ക് കടത്തിവിടാൻ ഉമ്മൻകോശിയോട് പറയുന്നു. അത് പ്രേംശങ്കർ ആണെന്ന് അരുന്ധതിക്ക് മനസ്സിലാകുന്നില്ല. ഇതേസമയം വീടിനകത്ത് ഉണ്ണികൃഷ്ണൻ ഉണ്ടായിരുന്നു. അയാൾ അനന്തപത്മനാഭനോട് സൂത്രത്തിൽ അരുന്ധതിയുടെ വിവാഹക്കാര്യമെല്ലാം ചോദിച്ചറിയാൻ ശ്രമിക്കുന്നുണ്ട്. പുറത്ത് പക്ഷിജോത്സ്യക്കാരന്റെ വേഷത്തിലെത്തിയ പ്രേംശങ്കർ ഉണ്ണികൃഷ്ണൻ മൂലം ആ കുടുംബത്തിൽ ഒരു ആപത്ത് വരുമെന്ന് പറയുന്നു. എന്നാൽ പ്രേംശങ്കറിനെ കണ്ട ഉണ്ണികൃഷ്ണൻ അയാളെ ഓടിച്ചിട്ട് പിടിച്ച് വിഗ് ഉരുമാറ്റി അത് പ്രേംശങ്കർ ആണെന്ന് വീട്ടുകാരെ കാണിക്കുന്നു. എന്നാൽ പ്രേംശങ്കർ എങ്ങനെയൊക്കെ അവിടെ നിന്നും രക്ഷപ്പെടുന്നു. അന്ന് രാത്രി ഉണ്ണികൃഷ്ണനെക്കുറിച്ച് സംശയം പറയുന്ന ഭാര്യയോട് ഉണ്ണികൃഷ്ണൻ വിശ്വസിക്കാവുന്ന ആളാണെന്ന് അനന്തപത്മനാഭൻ മറുപടി പറയുന്നു. അത് പുറത്തുനിന്ന് ഒളിഞ്ഞു കേൾക്കുന്നുണ്ട് ഉമ്മൻകോശി. അപ്പോഴാണ് റൂമിലേക്ക് അരുന്ധതി വന്ന് ഗുളിക തീർന്നുപോയ കാര്യം അനന്തപത്മനാഭനോട് പറയുന്നത്. ഗുളിക തീർന്ന കാര്യം നേരത്തെ പറയാത്തത് എന്തെന്ന് സ്നേഹത്തോടെ അയാൾ ശാസിക്കുമ്പോൾ ഒരു നേരം മുടങ്ങിയാൽ കുഴപ്പമൊന്നും സംഭവിക്കില്ലെന്ന് പറഞ്ഞിട്ട് അരുന്ധതി പോകുന്നു. അടുത്ത സീനിൽ ഒരു കടപ്പുറത്ത് സംസാരിച്ചുകൊണ്ട് നടക്കുന്ന അനന്തപത്മനാഭനെയും ഉണ്ണികൃഷ്ണനെയുമാണ് കാണിക്കുന്നത്. അരുന്ധതിയുടേത് ചൊവ്വാദോഷമുള്ള ജാതകമാണെന്നും അതിനാൽ കല്യാണമൊന്നും നടക്കുന്നില്ലെന്നും അനന്തപത്മനാഭൻ പറയുന്നു. തനിക്കും ഇതേ പ്രശ്നമുള്ള കുറച്ച് സുഹൃത്തുക്കളുണ്ട്, അത് ആലോചിക്കാമെന്നും അല്ലെങ്കിൽ ജാതകം തന്നെ മാറ്റി എഴുതിച്ചാലോ എന്നും ഉണ്ണികൃഷ്ണൻ ചോദിക്കുന്നുണ്ട്. എന്നാൽ തൻ്റെ മകളുടെ ദുരന്തം കാണാൻ തനിക്ക് കഴിയില്ലെന്ന് അനന്തപത്മനാഭൻ മറുപടി പറയുന്നു. അരുന്ധതിയുടെ തലക്കുറി ഉണ്ണികൃഷ്ണൻ നൽകാമെന്നും പറ്റിയ ആലോചനകൾ വല്ലതും വന്നാൽ ആലോചിക്കാമെന്നും അയാൾ പറയുന്നു. തുടർന്ന് ഈ മാസം 23-ാം തീയതി അരുന്ധതിയുടെ പിറന്നാളാണെന്നും ഉണ്ണികൃഷ്ണൻ വരണമെന്നും അദ്ദേഹം ക്ഷണിക്കുന്നു. പിറന്നാളിന് തമിഴ്നാട്ടിലെ ഒരു സംഗീതജ്ഞൻ ഇരണിയിൽ ചിന്നപ്പയുടെ സംഗീത കച്ചേരി ഉണ്ടെന്ന് പറയുന്നു. വരാമെന്ന് സമ്മതിക്കുന്ന ഉണ്ണികൃഷ്ണനോട് യാത്ര പറഞ്ഞ് അയാൾ പോകുന്നു. ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കപ്പലിൻ്റെ വിട്ടുകൊണ്ട് ഒരു പയ്യനും വയസ്സായ ഒരു ഭിക്ഷക്കാരനും ഇവരുടെ അടുത്തുകൂടി പോകുന്നുണ്ടായിരുന്നു. ആ പയ്യനെ നമ്മുടെ പ്രേംശങ്കർ കാശ് കൊടുത്ത് രഹസ്യം ചോർത്താൻ വിട്ടതായിരുന്നു. അത് കണ്ട് ഉണ്ണികൃഷ്ണൻ ഞെട്ടുന്നു. അതുപോലെ തന്നെ ഭിക്ഷക്കാരനായി വേഷം മാറി വന്നത് മറ്റാരുമല്ല ഉമ്മൻകോശിയായിരുന്നു. അടുത്ത സീൻ രാത്രി. കേസ് റിപ്പോർട്ട് എഴുതുന്ന ഉണ്ണികൃഷ്ണനെയും ഉമ്മൻകോശിയും പ്രേംശങ്കറിനെയും മാറി മാറി കാണിക്കുന്നു. പ്രേംശങ്കറിന് ആ വീട്ടിൽ കയറ്റില്ല. ഉണ്ണികൃഷ്ണനാണെങ്കിൽ ഉമ്മൻകോശിയും പ്രേംശങ്കറും പാര വയ്ക്കുമെന്നുള്ള പേടി. അതിനാൽ എല്ലാവരും വേഷം മാറി ആ പിറന്നാളിന് കയറിപ്പറ്റി അരുന്ധതിയെക്കുറിച്ചുള്ള വിവരങ്ങൾ ബന്ധുക്കളിൽ നിന്നും ശേഖരിക്കണമെന്നാണ് എഴുതുന്നത്. അടുത്ത സീനിൽ അരുന്ധതിയുടെ പിറന്നാളിന് കച്ചേരി പാടുവാനായി ബസ്സിൽ വന്നിറങ്ങുന്ന സംഗീതജ്ഞൻ ഇരണിയിൽ ചിന്നപ്പയാണ് കാണിക്കുന്നത്. അപ്പോൾ അങ്ങോട്ടേക്ക് അനന്തപത്മനാഭൻ പറഞ്ഞു വിട്ടാണെന്ന് പറഞ്ഞ് കാറുമായി ഉണ്ണികൃഷ്ണൻ ചെന്ന് അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുപോകുന്നു. അങ്ങനെ രാത്രിയായി ബർത്ത്ഡേ പാർട്ടി. കേക്ക് കട്ടിങ് കഴിഞ്ഞതിന് ശേഷം ചിന്നപ്പയോട് കച്ചേരി ആരംഭിച്ചോളാൻ അനന്തപത്മനാഭൻ പറയുന്നു. അപ്പോഴാണ് ചിന്നപ്പയെ കാണിക്കുന്നത്. സാക്ഷാൽ ഉണ്ണികൃഷ്ണൻ ചിന്നപ്പയെ വേഷം മാറി വന്നിരിക്കുകയാണ്. കൂടെ കടം വായിക്കുന്ന ആളായിട്ട് കുഞ്ചുവും തമ്പുരു വായിക്കുന്ന ആളായിട്ട് ഋഷിയേശൻ നായരും ഉണ്ട്. അങ്ങനെ ചിന്നപ്പയായിട്ട് ഉണ്ണികൃഷ്ണൻ പാട്ട് ആരംഭിക്കുന്നു. എന്നാൽ പാട്ടിന്റെ ഇടയിൽ അതേ വേഷത്തിൽ പ്രേംശങ്കറും പിറകെ ഉമ്മച്ചനും ആകെ മൊത്തം 3 ചിന്നപ്പമാർ. എന്നാൽ പാട്ട് തീർന്നപ്പോഴേക്കും ഒറിജിനൽ ചിന്നപ്പ രക്ഷപ്പെട്ട് അങ്ങോട്ട് വരുന്നു. അപകടം മണത്ത ഉണ്ണികൃഷ്ണൻ കുഞ്ചുവിനോട് മെയിൻ സ്വിച്ച് ഓഫ് ചെയ്യാൻ പറയുന്നു. കറണ്ട് പോയ ഗ്യാപ്പിൽ അവർ എല്ലാവരും രക്ഷപ്പെടുന്നു. കറണ്ട് വന്നപ്പോൾ ചിന്നപ്പ നടന്ന കാര്യം പറയുന്നു. ഒരാൾ തങ്ങളെ ലോഡ്ജിലേക്ക് കൂട്ടിക്കൊണ്ടുപോയെന്നും ക്ഷീണത്തിൽ ഉറങ്ങിപ്പോയ തങ്ങൾ എഴുന്നേറ്റപ്പോൾ മുറി പുറത്തു നിന്നും പൂട്ടിയിരിക്കുകയായിരുന്നെന്നും ഒടുവിൽ ലോഡ്ജുകാർ ഡ്യൂപ്ലിക്കേറ്റ് താക്കോൽ കൊണ്ട് തുറന്നാണ് തങ്ങൾ ഇപ്പോൾ വന്നതെന്നും പറയുന്നു. അപ്പോഴേക്കും തിരിച്ച് തോട്ടക്കാരനെ വേഷം മാറിയെത്തിയ ഉമ്മൻകോശി അവിടെ എന്താണ് സംഭവിച്ചതെന്ന് ചോദിക്കുന്നു. താൻ പിറന്നാളായതുകൊണ്ട് 2 അടിക്കാൻ പുറത്തു പോയതായിരുന്നു എന്ന് കള്ളം പറയുന്നു. എന്നാൽ അരുന്ധതിക്ക് അതിലെന്തോ സംശയം തോന്നുന്നു. പിറ്റേ ദിവസം ഉണ്ണികൃഷ്ണനും കുഞ്ചുവും തങ്ങൾക്ക് വേഷങ്ങൾ തന്നുകൊണ്ടിരുന്ന കടക്കാരനെ പോയി ചീത്ത വിളിക്കുന്നു. മറ്റോമാർക്കും ചിന്നപ്പയുടെ അതേ ഗെറ്റപ്പ് എന്തിനാ കൊടുത്തതെന്ന് ചോദിച്ചു. പ്രേംശങ്കർ ഉമ്മൻകോശിയും തന്നെ ഭീഷണിപ്പെടുത്തിയാണ് അത് കൊണ്ടുപോയതെന്ന് കടക്കാരൻ പറയുന്നു. അടുത്ത സീനിൽ ഉമ്മൻകോശിയെ അരുന്ധതി തന്റെ മുറിയിലേക്ക് വിളിച്ചു വരുത്തി ചിന്നപ്പയുടെ കാര്യം ചോദ്യം ചെയ്യുന്നുണ്ട്. ഉരുണ്ട് കളിക്കുന്ന ഉമ്മൻകോശിയെ തനിക്ക് അയാളുടെ മുറിയിൽ നിന്നും കിട്ടിയ വിഗ് കാണിച്ചു കൊടുത്ത് സത്യം പറയാൻ പറയുന്നു. പേടിച്ച് ഉമ്മൻകോശി സത്യമെല്ലാം തുറന്നു പറയുന്നു. പിറ്റേ ദിവസം 3 പേരെയും ഒരുമിച്ച് ഒരു സ്ഥലത്തേക്ക് അരുന്ധതി വിളിപ്പിക്കുന്നു. അവിടെ വെച്ച് അവരാരാണെന്ന് തനിക്ക് മനസ്സിലായെന്ന് അരുന്ധതി പറയുന്നു. എന്നാൽ പിന്നീട് അരുന്ധതി മറ്റൊരു സത്യം അവരോട് പറയുന്നു. അരുന്ധതി നായർ താനല്ലെന്നും തന്റെ പേര് രേവതി നായർ ആണെന്നും അനന്തപത്മനാഭൻ തന്റെ കൊച്ചച്ഛനാണെന്നും അനന്തപത്മനാഭന്റെ മകളായ ശരിക്കുമുള്ള അരുന്ധതി നായർ സഹോദരനോടൊപ്പം അമേരിക്കയിലാണ്. രേവതിക്ക് 8 വയസ്സുള്ളപ്പോൾ അച്ഛനും അമ്മയും ഒരു പ്ലെയിൻ ക്രാഷിൽ മരിച്ചുപോയതാണ്.
അനന്തപത്മനാഭനും ഭാര്യയുമാണ് രേവതി അവിടെ നിന്നും വളർത്തി വലുതാക്കിയത്. സ്വന്തം മകളെപ്പോലെ കരുതിയാണ് അനന്തപത്മനാഭൻ അരുന്ധതി എന്ന് രേവതി വിളിക്കുന്നത്. ഇതെല്ലാം രേവതി അവരോട് തുറന്നു പറയുന്നു. രേവതിയുടെ അച്ഛൻ തുടങ്ങി വെച്ച രേവതി എക്സ്പോർട്ടേഴ്സ് എന്ന കമ്പനിയുടെ ബോർഡ് കാണുമ്പോൾ മാത്രമാണ് തന്റെ പേര് രേവതി എന്നാണെന്ന് താൻ ഓർക്കുന്നതെന്ന് പോലും അവരോട് പറയുന്നു. അതുപോലെ തന്റെ ഒരു ജാതകത്തിന് ഒരു കുഴപ്പമില്ലെന്നും എന്നാൽ താൻ മരുന്നിന്റെ ബലത്തിൽ മാത്രം ജീവിക്കുന്ന ഒരു രോഗിയാണെന്നും അത് ആളുകളോട് പറയാനുള്ള മടി കൊണ്ടാണ് ചൊവ്വാദോഷത്തിന്റെ കാര്യം പറഞ്ഞ് വരുന്ന വിവാഹാലോചനകളെല്ലാം അനന്തപത്മനാഭൻ ഒഴിവാക്കുന്നതെന്നും രേവതി അവരോട് പറയുന്നു. ഇതേ കാരണം കൊണ്ടാണ് 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ പഠിപ്പ് നിർത്തിയത്. അവർക്ക് അന്വേഷണത്തിനായി കിട്ടിയിരിക്കുന്ന കല്യാണാലോചനയുടെ ഫയൽ അത് യഥാർത്ഥത്തിലുള്ള അരുന്ധതിയുടെ ആണെന്നും തന്റെ പിറകെ നടന്ന് വീണ്ടും സമയം കളയരുതെന്നും പറഞ്ഞ് രേവതി പോകുന്നു. അടുത്ത സീനിൽ തങ്ങൾ ഇതുവരെ ശേഖരിച്ച റിപ്പോർട്ടുകൾ നശിപ്പിച്ചു കളയുന്ന ഉണ്ണികൃഷ്ണനെയും പ്രേംശങ്കറിനെയും ഉമ്മൻകോശിയുമാണ് മാറി മാറി കാണിക്കുന്നത്. വീട്ടിൽ നിന്നും പോകാൻ തുടങ്ങുന്ന ഉമ്മൻകോശിയോട് താനൊന്നും അനന്തപത്മനാഭനോട് പറഞ്ഞിട്ടില്ലെന്നും അരുന്ധതിയെക്കുറിച്ച് തനിക്കറിയാവുന്ന വിവരങ്ങളെല്ലാം പറയാമെന്നും രേവതി പറയുന്നു. എന്നാൽ അത് വേണ്ട എന്ന് പറഞ്ഞ് ഉമ്മൻകോശി ആ വീട്ടിൽ നിന്നും പോകുന്നു. അടുത്ത സീനിൽ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന ഉണ്ണികൃഷ്ണനെയും ഉമ്മൻകോശിയെയും പ്രേംശങ്കറിനെയാണ് കാണിക്കുന്നത്. ജോലി വേണ്ടെന്ന് ഉണ്ണികൃഷ്ണനും ഉമ്മൻകോശിയും പറയുന്നു. പ്രേംശങ്കറിന് രേവതിയോട് ഒരു അടുപ്പമുണ്ടെന്നും അതിനാൽ അവൾക്ക് എന്ത് അസുഖമാണ് ഉള്ളതെന്ന് തനിക്കറിയണമെന്നും അതിന് തന്റെ കൂടെ നിൽക്കണമെന്നും ഉണ്ണികൃഷ്ണനോടും ഉമ്മൻകോശിയോടും പ്രേംശങ്കർ പറയുന്നു. അതവർ സമ്മതിക്കുന്നു. പിന്നീട് കാണിക്കുന്നത് ഒരു ഫാർമസിയിൽ നിന്നും മരുന്ന് വാങ്ങിക്കൊണ്ട് കാറിലേക്ക് വരുന്ന അനന്തപത്മനാഭനെയാണ്. ആ കാറിൽ ഉണ്ണികൃഷ്ണനുണ്ട്. മരുന്ന് അരുന്ധതിക്കാണെന്ന് അറിഞ്ഞ ഉണ്ണികൃഷ്ണൻ എന്താണ് അവളുടെ അസുഖം എന്ന് അനന്തപത്മനാഭനോട് ചോദിക്കുന്നു. 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് അവൾക്ക് ആദ്യ രോഗലക്ഷണം കണ്ടതെന്നും വിദേശ ചികിത്സ കൊണ്ട് പോലും രക്ഷയില്ലെന്നും പറയുന്നു. എന്നാൽ രോഗത്തിന്റെ പേര് പറയാത്ത അയാൾ നമുക്ക് മറ്റെന്തെങ്കിലും സംസാരിക്കുക എന്ന് പറഞ്ഞ് വിഷയം മാറ്റുന്നു. ഉണ്ണികൃഷ്ണൻ അനന്തപത്മനാഭൻ അറിയാതെ അയാൾ മേടിച്ച മരുന്നിന്റെ പ്രിസ്ക്രിപ്ഷൻ അടിച്ചു മാറ്റുന്നു. തുടർന്ന് അതിനെക്കുറിച്ച് മറ്റൊരു ഫാർമസിയിൽ അന്വേഷിച്ചപ്പോൾ അത് വൈറ്റമിൻ ടാബ്ലറ്റ്സ് ആണെന്ന് അറിഞ്ഞെന്ന് ഉണ്ണികൃഷ്ണൻ പ്രേംശങ്കറിനോടും ഉമ്മൻകോശിയോടും പറയുന്നു. ഇത്രയും വൈറ്റമിൻസ് കഴിക്കണമെങ്കിൽ രേവതിക്ക് കൊടുക്കുന്നത് ഹെവി ഡോസ് ആൻറ്റിബയോട്ടിക് ആയിരിക്കുമെന്ന് ഉമ്മൻകോശി പറയുന്നു. രേവതിയുടെ അസുഖത്തിൻ്റെ പേര് അറിയണമെങ്കിൽ അവൾ കഴിക്കുന്ന മറ്റു മരുന്നുകളുടെ പേര് കൂടി അറിയണമെന്ന് അയാൾ പറയുന്നു. അതോടൊപ്പം അനന്തപത്മനാഭൻ അസുഖത്തിൻ്റെ പേര് പറയാൻ മടിച്ചതുകൊണ്ട് തനിക്കത് അറിയാൻ താല്പര്യമുണ്ടെന്ന് കൂടി പറയുന്നു. കൂടാതെ തനിക്ക് ചില സംശയങ്ങളുണ്ടെന്നും അന്ന് പ്രേംശങ്കറിനെ തല്ലാൻ ആളെ വിട്ടത് ഉണ്ണികൃഷ്ണനാണെന്ന് താൻ കള്ളം പറഞ്ഞതാണെന്നും ശരിക്കും അനന്തപത്മനാഭനാണ് അത് ചെയ്യിച്ചതെന്നും പ്രേംശങ്കറിനോട് പറയുന്നു. അത് കേട്ട് ഞെട്ടുന്ന പ്രേംശങ്കറിനും എന്തൊക്കെയോ സംശയങ്ങൾ തോന്നുന്നു. അതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് അവർ തീരുമാനിക്കുന്നു. തുടർന്ന് ഉണ്ണികൃഷ്ണൻ തന്റെ അസുഖത്തെക്കുറിച്ച് രേവതിയോട് ചോദിക്കുമ്പോൾ തലച്ചോറിനകത്ത് എന്തോ തകരാറാണെന്ന് മാത്രമാണ് തന്റെ അറിവെന്ന് അവൾ പറയുന്നു. എന്നാൽ രേവതി കഴിക്കുന്നത് വെറും വൈറ്റമിൻ ടാബ്ലറ്റ്സ് മാത്രമാണെന്ന് ഉണ്ണികൃഷ്ണൻ പറയുന്നു. അനന്തപത്മനാഭന്റെ കയ്യിൽ നിന്നും അടിച്ചു മാറ്റിയ പ്രിസ്ക്രിപ്ഷൻ കൊടുത്ത് വാങ്ങിച്ച മരുന്ന് രേവതി ഉണ്ണികൃഷ്ണൻ കാണിക്കുന്നു. എന്നാൽ രേവതിക്ക് ഒരു ടിന്നിൽ പൊട്ടിച്ചിട്ടാണ് അനന്തപത്മനാഭൻ മരുന്നുകൾ കൊടുത്തിരുന്നത്. രേവതി കഴിക്കുന്ന മരുന്നിന്റെ പേര് അറിയാതിരിക്കാനാണ് അങ്ങനെ ചെയ്തതെന്ന് ഉണ്ണികൃഷ്ണൻ പറയുന്നു. എന്നാൽ അനന്തപത്മനാഭൻ അവിശ്വസിക്കാൻ രേവതി തയ്യാറാകുന്നില്ല. സത്യം തങ്ങൾ ബോധ്യപ്പെടുത്തി തരാമെന്ന് പറയുന്ന ഉണ്ണികൃഷ്ണൻ രേവതിയോട് തന്നെ ചികിത്സിക്കുന്ന ഡോക്ടർ ആരാണെന്ന് ചോദിച്ച് മനസ്സിലാക്കുന്നു. തുടർന്ന് ആ ഡോക്ടറെ ഒരു രോഗിയെ നോക്കാനുണ്ടെന്നും അത് ഹെൽത്ത് മിനിസ്റ്ററിന്റെ കസിനാണെന്നും നുണ പറഞ്ഞ് അവർ കടത്തിക്കൊണ്ടുവരുന്നു. കടത്തിക്കൊണ്ടുവന്ന ഡോക്ടറെ അവരൊരു കെട്ടിടത്തിന്റെ ഉള്ളിൽ വെച്ച് മർദ്ദിക്കുന്നു. അവിടെ വെച്ച് ഡോക്ടർ അവരോട് സത്യങ്ങളെല്ലാം പറയുന്നു. രേവതിക്ക് ഒരു അസുഖമില്ലെന്നും ഒരിക്കലും വിവാഹിതയാവാതിരിക്കാൻ വേണ്ടി അനന്തപത്മനാഭൻ പറഞ്ഞതുകൊണ്ടാണ് താൻ ഇങ്ങനെ ചെയ്തതെന്നും. അടുത്ത സീനിൽ ഉണ്ണികൃഷ്ണന്റെയും മറ്റും കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട ഡോക്ടർ അനന്തപത്മനാഭനോട് നടന്ന കാര്യങ്ങളെല്ലാം പറയുന്നു. അത് കേട്ട് ഭയപ്പെടുന്ന അനന്തപത്മനാഭൻ രേവതിയെ വീട് വിട്ട് പുറത്തു വിടരുതെന്ന് പറയുന്നു. പക്ഷേ അതിനു മുമ്പ് രേവതി അവിടെ നിന്നും പോയിരുന്നു. പോലീസിൽ ഇത് അറിയിക്കാം എന്ന് പറഞ്ഞ ഭാര്യയോട് അവർ കണ്ടുപിടിച്ചാൽ തങ്ങൾക്ക് ഈ വീട്ടിൽ നിന്നും ഇറങ്ങിക്കൊടുക്കേണ്ടി വരുമെന്നും കമ്പനിയും എസ്റ്റേറ്റും എല്ലാം കൈവിട്ടു പോകുമെന്നും പറയുന്നു. പക്ഷേ അങ്ങനെ വിട്ടുകൊടുക്കാൻ താൻ തയ്യാറല്ലെന്നും എന്താണ് ചെയ്യേണ്ടതെന്ന് തനിക്ക് അറിയാമെന്നും അനന്തപത്മനാഭൻ പറയുന്നു. അടുത്ത സീനിൽ ഉണ്ണികൃഷ്ണന്റെയും മറ്റുള്ളവരുടെ ഒപ്പം ഋഷികേശൻ നായരുടെ വീട്ടിലിരിക്കുന്ന രേവതിയാണ് കാണിക്കുന്നത്. സത്യങ്ങളറിഞ്ഞ രേവതി വല്ലാതെ വിഷമിക്കുന്നു. എന്ത് സഹായത്തിനും തങ്ങളെല്ലാവരും കൂടെയുണ്ടെന്ന് ഉണ്ണികൃഷ്ണൻ രേവതിയോട് പറയുന്നു. ഇതേസമയം ഉണ്ണികൃഷ്ണന്റെയും പ്രേംശങ്കറിന്റെയും താമസ സ്ഥലത്ത് അനന്തപത്മനാഭന്റെ ഗുണ്ടകൾ അവരെ തപ്പി നടക്കുമായിരുന്നു. അടുത്ത സീനിൽ ദമയന്തിയുടെ വീടാണ് കാണിക്കുന്നത്. ഉണ്ണികൃഷ്ണന്റെ കത്തൊന്നും ലഭിക്കാത്തതിനാൽ ഭക്ഷണം പോലും കഴിക്കാതെ സങ്കടപ്പെട്ടിരിക്കുന്ന ദമയന്തി അമ്മ വഴക്ക് പറയുന്നു. മകളുടെ സങ്കടം കണ്ട് അച്ഛൻ വാസു അടുത്ത ദിവസം അവളെയും കൂട്ടി ഉണ്ണികൃഷ്ണൻ താമസിച്ച ലോഡ്ജിലെത്തുന്നു. എന്നാൽ ഉണ്ണികൃഷ്ണൻ അവിടെ ഉണ്ടായിരുന്നില്ല. അടുത്ത സീനിൽ കാണിക്കുന്നത് സീക്രട്ട് ഫയൽസിന്റെ ഓഫീസിൽ തന്റെ മകളെ അവിടുത്തെ CIDയിൽ തട്ടിക്കൊണ്ടുപോയ കാര്യം പറയുന്ന അനന്തപത്മനാഭനാണ്. എന്നാൽ അവർ വെറും ട്രെയിനുകളാണെന്നും അതിനാൽ തനിക്കൊന്നും ചെയ്യാൻ കഴിയില്ലെന്നും വേണമെങ്കിൽ പോലീസിൽ പറഞ്ഞോളൂ എന്ന് MD പറയുന്നു. എന്നാൽ താൻ തന്നെ അവരെ കണ്ടുപിടിച്ചോളാം എന്ന് പറയുന്ന അനന്തപത്മനാഭൻ അവിടെ നിന്നും പോകുന്നു. തിരിച്ച് വീട്ടിലെത്തിയ അനന്തപത്മനാഭൻ അവിടെ ദമയന്തിയെയും അച്ഛനെയും കാണുന്നു. അവർ കാര്യങ്ങളൊന്നും അറിഞ്ഞിരുന്നില്ല. ഉണ്ണികൃഷ്ണനെ തന്നൊരു ആവശ്യത്തിനായി ഒരിടം വരെ പറഞ്ഞു വിട്ടിരിക്കുകയാണെന്നും വരുന്നത് വരെ കമ്പനിയിൽ ഇരുന്നോളാൻ പറഞ്ഞ് അവർ തന്റെ ഗുണ്ടകളുടെ ഒപ്പം പറഞ്ഞു വിടുന്നു. എന്നാൽ പോകുന്ന വഴിക്ക് ദമയന്തിയുടെ അച്ഛൻ വാസുവിനെ വണ്ടിയിൽ നിന്നും പിടിച്ചിറക്കി അനന്തപത്മനാഭന്റെ മകൾ ഉണ്ണികൃഷ്ണന്റെ കയ്യിലാണെന്നും അവളെ വിട്ടു തന്നാൽ ദമയന്തിയെ വിട്ടുതരാമെന്നും ഇത് പോലീസ് അറിയിച്ചാൽ അവളെ കൊന്നുകളയുമെന്നും ഭീഷണിപ്പെടുത്തി അയാളെ വഴിയിൽ തള്ളിയിട്ടിട്ട് പോകുന്നു. അടുത്ത സീനിൽ രാത്രിയിൽ സംസാരിച്ച് നിൽക്കുന്ന ഉണ്ണികൃഷ്ണനെയും മറ്റുള്ളവരെയും കാണിക്കുന്നു. വിവരങ്ങളെല്ലാം നമുക്ക് പോലീസിൽ അറിയിക്കുന്നതാണ് നല്ലതെന്ന് ഉണ്ണികൃഷ്ണൻ പറയുന്നു.
ഉമ്മൻകോശിയും കുഞ്ചുവും അത് ശരിയാണെന്ന് പറയും. അങ്ങനെ അവർ പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നു. എന്നാൽ പോകുന്ന വഴി അവർ വാസുവിനെ കാണുന്നു. വാസുവിൽ നിന്നും അനന്തപത്മനാഭന്റെ ഗുണ്ടകൾ ദമയന്തിയെ തട്ടിക്കൊണ്ടുപോയ കാര്യം അറിയുന്നു. തുടർന്ന് ഉണ്ണികൃഷ്ണൻ അനന്തപത്മനാഭനെ ഫോണിൽ വിളിക്കുന്നു. 24 മണിക്കൂറിനുള്ളിൽ രേവതിയെ തന്നെ ഏൽപ്പിച്ചില്ലെങ്കിൽ ദമയന്തിയെ കൊന്നുകളയുമെന്ന് അയാൾ പറയുന്നു. അടുത്ത സീനിൽ താൻ അനന്തപത്മനാഭന്റെ അടുത്തേക്ക് പൊയ്ക്കോളാമെന്ന് രേവതി മറ്റുള്ളവരോട് പറയുന്നു. എന്നാൽ അത് സമ്മതിക്കാത്ത ഉണ്ണികൃഷ്ണൻ മറ്റൊരു വഴി കാണുന്നു. അനന്തപത്മനാഭനെ ഫോൺ വിളിച്ച ഉണ്ണികൃഷ്ണൻ തനിക്ക് സ്വത്തല്ലേ വേണ്ടത്, രേവതി അല്ലല്ലോ, അതുകൊണ്ട് സ്വത്ത് തരാൻ തയ്യാറാണെന്ന് അറിയിക്കുന്നു. അത് അനന്തപത്മനാഭൻ സമ്മതിക്കുന്നു. എന്നാൽ ഡോക്യുമെന്റ് തയ്യാറാക്കിക്കൊള്ളൂ എന്ന് പറയുന്ന ഉണ്ണികൃഷ്ണൻ അടുത്ത സീനിൽ അനന്തപത്മനാഭന്റെ വീട്ടിലെത്തുന്ന ഉണ്ണികൃഷ്ണനും പ്രേംശങ്കറും ഉമ്മൻകോശിയും ഡോക്യുമെന്റ്സ് തരാനും ഒപ്പിടിച്ച് തിരികെ എത്തിക്കാമെന്നും പറയുന്നു. അത് സമ്മതിക്കുന്ന അനന്തപത്മനാഭൻ തന്റെ വക്കീലിനെയും അവരുടെ ഒപ്പം വിടുന്നു. അങ്ങനെ അവർ വക്കീലിന്റെ കണ്ണ് കെട്ടി കൂടെ കൊണ്ടുപോകുന്നു. രേവതി ഡോക്യുമെന്റ്സിൽ ഒപ്പിട്ട് കൊടുത്ത ശേഷം ആ ഡോക്യുമെന്റ്സ് തന്റെ കയ്യിൽ വെക്കുന്ന ഉണ്ണികൃഷ്ണൻ ദമയന്തിയെ വിട്ടു തന്നതിന് ശേഷം ഇത് തരാം എന്ന് വക്കീലിനോട് പറയുന്നു. എന്നിട്ട് പുറത്തേക്ക് ഇറങ്ങി പ്രേംശങ്കറിനോട് പറഞ്ഞ സാധനം വക്കീലിന് സംശയം തോന്നാത്ത രീതിയിൽ ഡോക്യുമെന്റ്സിൽ പുരട്ടണമെന്നും തന്റെ ഒപ്പം മുൻസീറ്റിൽ ഇരുന്നാൽ മതിയെന്നും പറയുന്നു. അടുത്ത സീൻ രാത്രി അനന്തപത്മനാഭന്റെ സങ്കേതം. വക്കീലിനും മറ്റുള്ളവർക്കും ഒപ്പം ഡോക്യുമെന്റ്സുമായി ഉണ്ണികൃഷ്ണൻ എത്തുന്നു. അവരെ കാത്ത് അനന്തപത്മനാഭൻ ഗുണ്ടകളോടൊപ്പം അവിടെ ഉണ്ടായിരുന്നു. ഡോക്യുമെന്റ്സ് മേടിച്ച് പരിശോധിച്ച ശേഷം അവർക്ക് ദമയന്തിയെ വിട്ടുകൊടുക്കും. എന്നാൽ തിരിഞ്ഞു നടന്ന ഉണ്ണികൃഷ്ണൻ പെട്ടെന്ന് ഡോക്യുമെന്റ്സിലേക്ക് നമ്മുടെ ഋഷികേശൻ നായരുടെ പഴയ തന്ത്രം തീപ്പെട്ടിക്കുള്ളിൽ തെറ്റിച്ചെറിയുന്നു. ആ ഡോക്യുമെന്റ്സ് മുഴുവൻ കത്തി നശിക്കുന്നു. ആദ്യം ഉണ്ണികൃഷ്ണൻ എന്തോ പുരട്ടണമെന്ന് പ്രേംശങ്കറിനോട് പറഞ്ഞത് പെട്രോൾ ആയിരുന്നു. വണ്ടിയിൽ വെച്ച് അവർ വക്കീൽ അറിയാതെ ആ ഡോക്യുമെന്റ്സിൽ പെട്രോൾ പുരട്ടിയായിരുന്നു. എന്നാൽ അവർ രക്ഷപ്പെടുന്നതിന് മുമ്പ് അനന്തപത്മനാഭന്റെ ഗുണ്ടകൾ അവരെ ആക്രമിക്കുന്നു. തുടർന്ന് കിഡിലൻ ക്ലൈമാക്സ് ഫൈറ്റ്. അങ്ങനെ അനന്തപത്മനാഭനെ ഇടിച്ചു കൊല്ലാൻ ശ്രമിക്കുന്ന ഉണ്ണികൃഷ്ണനെ രേവതി തടയുന്നു. അയാളെ വെറുതെ വിട്ടേക്കാൻ പറയും. അതുകൊണ്ട് തന്നെ ഉണ്ണികൃഷ്ണൻ അയാളെ വെറുതെ വിടുന്നു. തുടർന്ന് അവിടെ നിന്ന് അവരെല്ലാവരും മടങ്ങുന്നു. അവസാന സീനിൽ കാണിക്കുന്നത് സീക്രട്ട് ഫയൽസിന്റെ ഓഫീസാണ്. അവരെ 3 പേരെയും അഭിനന്ദിക്കുന്ന MD 3 പേർക്കും ഇന്ന് തന്നെ ജോലിയിൽ പ്രവേശിക്കാമെന്ന് പറയുന്നു. തുടർന്നൊരു കേസും ഏൽപ്പിക്കുന്നുണ്ട്. എന്നാൽ ഉണ്ണികൃഷ്ണന് ദമയന്തിയുമായിട്ടുള്ള വിവാഹം നിശ്ചയിച്ചതിനാലും പ്രേംശങ്കറിന് രേവതി കിട്ടിയതിനാലും അവർ ഉടനെ കേസുകൾ എടുക്കാൻ കഴിയില്ല എന്ന് പറയുന്നു. എന്നാൽ സിംഗിളായ ഉമ്മൻകോശി ആ കേസ് എടുക്കുന്നു. അപ്പോഴാണ് ക്ലാരയുടെ വരവ്. അതോടെ ഉമ്മൻകോശിയും ആ കേസിൽ നിന്ന് ഒഴിയുന്നു. കേസ് അന്വേഷണം 2 മാസത്തിന് ശേഷം അവർ ആരംഭിക്കാം എന്ന് പറയുന്നു. തുടർന്ന് കുഞ്ചുവിനെ 3 പേരും തങ്ങളുടെ അസിസ്റ്റന്റായി നിയമിച്ചുകൊണ്ട് പടം അവസാനിക്കുന്നു. ദി എൻഡ്. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും മറക്കാതെ കമൻറ്റ് ചെയ്യുക. എൻ്റെ ഇൻസ്പിറേഷൻസ് അവർ എനിക്ക് ആശംസാ കമൻറ്റുമായി എത്തുമെന്ന പ്രതീക്ഷയിൽ ഞാൻ നിർത്തട്ടെ. സങ്കടങ്ങളിൽ തളർന്നു പോകാതിരിക്കുക. ഞാനുണ്ടാവും നിങ്ങളുടെ ഒപ്പം. ഒരുപാട് സ്നേഹത്തോടും നന്ദിയോടും. ടാറ്റാ.